നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഡിഷ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. അപ്പോൾ ചമ്മന്തി റെഡിയാക്കി എടുക്കാൻ ആദ്യം ഒരു പാൻ ചൂടാക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ഇതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടും നന്നായിട്ട് കഴുകിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 ടീസ്പൂൺ നിലക്കടല, കപ്പലണ്ടി ഇതും കൂടി ഇട്ടിട്ട് മൂന്നും കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം, മൊരിയിച്ചെടുക്കണം. പിന്നെ കപ്പലണ്ടിയുടെ അളവ് കൂടാൻ പാടില്ല, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വരും നമ്മുടെ ചമ്മന്തിക്ക്. പിന്നെ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. പിന്നെ കരിഞ്ഞു പോവാതെ വറുത്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് കൂടുതലായിട്ട് എരിവില്ല, കുറച്ചുകൂടി സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ ഒരു 8 വറ്റൽമുളക് വരെ ചേർക്കാം. ഇത് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേ പാനിലേക്ക് തന്നെ ഒരു മീഡിയം സൈസ് സവാള, വലിയ ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു സ്റ്റേജിൽ 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ജീരകം. ഇഞ്ചി ഇട്ടിട്ടൊരു 30 സെക്കൻഡൊക്കെ വഴറ്റിയാൽ മതി. പിന്നെ ജീരകം ഇട്ടിട്ട് ഒരു 10 സെക്കൻഡും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇഞ്ചി ഇട്ടിട്ട് കൂടുതൽ നേരം വഴറ്റി കൊടുക്കരുത്, അപ്പോൾ അതിൻ്റെ ഗുണമൊക്കെ പോവും. ഇനി നമ്മൾ നേരത്തെ അതേ പാത്രത്തിലേക്ക് തന്നെ മാറ്റുന്നുണ്ട്. കുറച്ച് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ശർക്കര, വെല്ലം അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ കഷ്ണം പുളി ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കുതിർത്തിയിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് ഉപ്പിടണം, പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്തിട്ട് ബാക്കി ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു കുറച്ച് വെള്ളം ആ മിക്സിയുടെ ജാറിലിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയാണ് നമ്മുടെ ചമ്മന്തിക്ക് ടേസ്റ്റ് കൊടുക്കുന്ന മെയിൻ പരിപാടി. പാൻ ചൂടാക്കി എടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉഴുന്നുപരിപ്പ് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ഒരു 3 വറ്റൽമുളക്, 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചമ്മന്തിയുടെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പം തന്നെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചി ചമ്മന്തി ജിഞ്ചർ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദോശയുടെ കൂടെയും ഇഡ്ലിയുടെ കൂടെയൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നമ്മുടെ വീഡിയോയുടെ താഴോട്ട് പോയാൽ കമൻറ്റ് ബോക്സ് കാണാം, അതിൽ കമൻറ്റ് ഇടാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ഡിഷ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പി വരുന്നവരെ ബൈ ബൈ.